വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ടെൻസസിൻ്റെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റിൽ 4 പാർട്ട് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞു, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഫസ്റ്റിലെ ടെൻസസിൻ്റെ 2 വീഡിയോസും കണ്ടു നോക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് കാണാം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസൻറ്റ് സിമ്പിൾ നമ്മൾ പഠിച്ചു അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള ഓക്സിലറി ഡൂവും ഡെസ്സും ആണ്. അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ എന്താണ് പറയുക? ആണ് എന്ന് പറയാറുണ്ട് അല്ലേ. ഒരു കാര്യം ആണ് എന്ന് പറയാറുണ്ട്, ചെയ്യുകയാണ് എന്ന് പറയാറുണ്ട്, പോവുകയാണ്, ചെയ്യുകയാണ്, പാടുകയാണ്, കഴിക്കുകയാണ്. ഇത് പറയുന്ന ആ സ്പോട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ കണ്ടിന്യൂസ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുകയാണ്. അതിൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓക്സിലറി വേണം. ഒരു ഓക്സിലറി അല്ല, സബ്ജക്റ്റിനനുസരിച്ച് മാറി വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഓക്സിലറി വേണം അല്ലേ, അതിന് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. ഏതാണെന്നറിയോ? സിമ്പിൾ പ്രസൻറ്റിന് നമ്മൾ ഒരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ. ഏതാണ്? സബ്ജക്റ്റ് വേണം, അതിനുശേഷം എന്താ വേണ്ടത്? നമുക്ക് ഓക്സിലറി ആണ് അല്ലേ. ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓക്സിലറി ആണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി എന്ന് പറയുന്നത് ആം, ഈസ്, ആർ. ഇതെവിടെയെല്ലാമാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ അല്ലേ. ഇതെവിടെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. പ്ലസ് എന്താ വേണ്ടത്? വെർബാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഈ വെർബിൻ്റെ കൂടെ ഒരു ING ഫോം കൂടി ആഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ആകുന്നത്. ഏത് കണ്ടിന്യൂസ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുന്നത് ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മളൊരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ പാടുകയാണ്, ഞാൻ വെള്ളം കുടിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു രീതി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റിൽ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെടുക്കുകയാണ്. ഞാൻ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഐ ആണ് അല്ലേ. ഞാൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? എല്ലാ സെൻറ്റൻസുകളിലും നമ്മൾ പറയാറുണ്ട് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, യു, വി, ദേ എന്നുള്ളത്. പക്ഷേ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമുക്ക് ഐനെ സെപ്പറേറ്റ് ആക്കി നിർത്തണം. കാരണം ഐൻ്റെ കൂടെ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യാറ് പൊതുവേ. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ നമ്മൾ ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആം എന്നുള്ള ഓക്സിലറിയാണ് അല്ലേ. അതിൽ മാത്രം നമ്മൾ ഐനെ ഒന്ന് മാറ്റി നിർത്തിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഐ ആം, ഞാൻ ആണ്. യു ആർ, നീ ആണ്. ദേ ആർ, അവരാണ്. വി ആർ, ഞങ്ങളാണ്. ഷി ഈസ്, അവളാണ്. അനു ഈസ്, അനു ആണ്. ഹി ഈസ്, അവനാണ്. ഇനി എന്താ പറയാനുള്ളത്? അതുപോലെ തന്നെ നമ്മൾ ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റും സിംഗുലറാണ് അല്ലേ. ഇറ്റ് ഈസ്, ഇറ്റിൻ്റെ കൂടെയും ഈസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ആർ എവിടെ യൂസ് ചെയ്യണം? പ്ലൂറിൻ്റെ കൂടെ. ഈസ് എവിടെ യൂസ് ചെയ്യണം? സിംഗുലറിൻ്റെ കൂടെ. ആം എവിടെ യൂസ് ചെയ്യണം?
ഐൻ്റെ കൂടെ മാത്രം അല്ലേ. അപ്പം ഐക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആം എന്നുള്ള ഓക്സിലറി ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഇപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്നിങ്ങനെ പറയാം. ഞാനാണ് സബ്ജക്റ്റ്, എന്താണ് ഐ ആണ്. അതിൻ്റെ കൂടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യാൻ പറഞ്ഞത്? ആം എന്നാണ് അല്ലേ, ആണ് എന്ന് പറയാൻ വേണ്ടി. അപ്പം ഐ ആം, ഞാനാണ്. കഴിക്കുക, ഈറ്റ് ആണല്ലോ നമ്മളെ വെർബ്. അപ്പം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ് ആണ്. അപ്പം ഈറ്റിൻ്റെ കൂടെ എന്ത് വേണം? ING ഫോം വേണം. ഈസാറാം വരുമ്പം ING ഫോം മസ്റ്റ് ആണ്. ഐ ആം ഈറ്റിംഗ് എന്നാകും അല്ലെ. ഐ ആം ഈറ്റിംഗ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ബിരിയാണി കഴിക്കുകയാണ്, ഐ ആം ഈറ്റിംഗ് ബിരിയാണി. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്കിത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതിയും പഠിക്കാം. ഇപ്പോൾ നീ ഭക്ഷണം കഴിക്കുകയാണോ? ഇത് നമുക്ക് പെട്ടെന്ന് സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഇപ്പം ഞാൻ കഴിക്കുകയാണ്, ഓടുകയാണ്, ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതി പഠിക്കാം എന്ന് പറയും. പക്ഷേ അതിനേക്കാളും പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷന് യൂസ്ഫുൾ ആയത് എന്താണ്? നമ്മൾ ആൻസർ പറഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പറയാം, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പഠിച്ചതിന് ശേഷം നമുക്ക് ആൻസർ പറയാം. അപ്പം ആ ആൻസറിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തു, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ ആൻസർ ഉണ്ടാക്കി, ഇത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി നീ ഭക്ഷണം കഴിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണല്ലോ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറയാറ്. അപ്പം നീ ഭക്ഷണം കഴിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം എങ്ങനെ ചോദിക്കാം? നീ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യു എന്ന സബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓക്സിലറി ഫസ്റ്റിൽ വരും, സബ്ജക്റ്റ് രണ്ടാമത് വരും. അപ്പോൾ നീ ബാക്കിയൊക്കെ ഒരുപോലെ തന്നെ, വേറെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഈ നീ ഭക്ഷണം കഴിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുക. ഇവിടുത്തെ ഓക്സിലറി കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഫസ്റ്റിൽ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറയുമ്പം ഐ ആം എന്നാണ്. എന്നാൽ ഇവിടെ നീ ഭക്ഷണം കഴിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ യു ആണ് സബ്ജക്റ്റായി വരുന്നത് അല്ലേ. അപ്പം യുവിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർ എന്നാണ്. അപ്പോൾ ഇവിടെ ഓക്സിലറി ഫസ്റ്റിൽ വരണമെങ്കിൽ ആർ യു എന്ന വരിക. ആർ യു ഈറ്റിംഗ് ഫുഡ്, ആർ യു ഈറ്റിംഗ് ഫുഡ്, നീ ഭക്ഷണം കഴിക്കുകയാണോ? എളുപ്പമല്ലേ. നെക്സ്റ്റ് ഞാൻ ഉറങ്ങുകയാണ്. സിമ്പിളാണ്, സിമ്പിളായിട്ട് പഠിക്കുന്ന രീതിയാണ് ഇത്. നമുക്ക് സംസാരിച്ചും പഠിക്കാം, അതോടൊപ്പം നമുക്ക് ടെൻസസും പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഉറങ്ങുകയാണ് എങ്ങനെ പറയാം? ഞാനാണ് സബ്ജക്റ്റ്, ആണ് എന്നാണ്, ഉറങ്ങുകയാണ്. ഐ ആം സ്ലീപ്പിംഗ്, ഉറങ്ങുക സ്ലീപ്പാണ്, അതിന് ING ഫോം വരുമ്പോൾ സ്ലീപ്പിംഗ് എന്നാകും. അപ്പം ഞാൻ ഉറങ്ങുകയാണ്, ഐ ആം സ്ലീപ്പിംഗ്. ഇനി ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് നീ ഉറങ്ങുകയാണോ, അല്ലാതെ ഞാൻ ഉറങ്ങുകയാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. നീ ഉറങ്ങുകയാണോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കുക? സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും അല്ലേ. നീ ഭക്ഷണം കഴിക്കുകയാണോ എന്ന് ചോദിച്ചതുപോലെ തന്നെ നീ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കുക? നീ എന്നായതുകൊണ്ട് ആറ് വരും. ആർ യു സ്ലീപ്പിംഗ്, ആർ യു സ്ലീപ്പിംഗ്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു അല്ലേ. ആർ യു സ്ലീപ്പിംഗ്, നീ ഉറങ്ങുകയാണോ? അപ്പം അതും പഠിച്ചല്ലോ. നെക്സ്റ്റ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവർ അല്ലേ. അവർ എന്നാണ്. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളാണ്. അപ്പം അവർ പഠിക്കുകയാണ്, അവർ പഠിക്കുകയാണ് എന്നെങ്ങനെ പറയുക? അവർ പഠിക്കുകയാണ്. അവർ എന്ന് പറയുമ്പം ദേ ആണ്. ദേൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഏതാണ്? ദേ ആർ. നമ്മൾ പഠിച്ചു ദേ ആർ സ്റ്റഡി, പഠിക്കുക. അപ്പോൾ അതിന് ING ഫോം വരുമ്പോൾ സ്റ്റഡിയിങ്. അപ്പം ദേ ആർ സ്റ്റഡിയിങ്, അവർ പഠിക്കുകയാണ്. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ പഠിക്കുകയാണോ, അല്ലെങ്കിൽ അവർ പഠിക്കുകയാണോ എന്ന് ചോദിക്കാം. ആദ്യം നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴോ ഇവിടെ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് യു എന്ന സബ്ജക്റ്റാണ്. അപ്പം നിങ്ങൾ പഠിക്കുകയാണോ, ഇവിടെ ആറല്ലേ നമ്മൾ ഓക്സിലറി. ആർ യു സ്റ്റഡിയിങ്, ഓക്കെ, ആർ യു സ്റ്റഡിയിങ്, നിങ്ങൾ പഠിക്കുകയാണോ. ഇനി നമ്മുടെ സബ്ജക്റ്റായ അവർ പഠിക്കുകയാണോ എന്ന് ചോദിക്കുകയാണെങ്കിലോ, ഇപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ അവിടെ പഠിക്കുകയാണ്, അത് കണ്ടുകൊണ്ടാണ് നമ്മൾ വരുന്നത്. ആ സ്പോട്ടിൽ നമ്മൾ ചോദിക്കുക എന്താ? അവർ പഠിക്കുകയാണോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ
ആർ ദേ സ്റ്റഡിയിങ്? ആർ ദേ സ്റ്റഡിയിങ്? അവർ പഠിക്കുകയാണോ? സിമ്പിളാണ്. നെക്സ്റ്റ് പ്ലൂറലിൽ ഒരു സബ്ജക്റ്റ് കൂടിയുണ്ട്. ഏതാണ്? വി എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെ, ഞങ്ങൾ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയണം, ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെ പറയാ? ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയാണ്. വി ആർ, കാത്തു നിൽക്കുക വെയിറ്റിംഗ് എന്നാണ്, വെയിറ്റ് എന്നാണ് അല്ലെ. അതിന് എ ജി ഫോം വരുമ്പോൾ വെയിറ്റിംഗ് എന്നാണ്. അപ്പം വി ആർ വെയിറ്റിംഗ് ഫോർ യു. വി ആർ വെയിറ്റിംഗ് ഫോർ യു. ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയാണ് എന്നാണ്. അതുകൊണ്ടാണ് അവിടെ ഫോർ യു എന്ന് വന്നിട്ടുള്ളത്. അപ്പം വി ആർ വെയിറ്റിംഗ് ഫോർ യു. ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയാണ്. ഇനി നമുക്കത് ക്വസ്റ്റ്യൻ ആക്കിക്കൂടെ? നിങ്ങൾ എന്നെ കാത്തു നിൽക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കുക? നിങ്ങൾ എന്നെ കാത്തു നിൽക്കുകയാണോ? സിമ്പിളായിട്ട് ചോദിക്കാനായിട്ട് പറ്റും. നിങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് യു ആണ് അല്ലേ. ആർ യു വെയിറ്റിംഗ് ഫോർ മീ? ആർ യു വെയിറ്റിംഗ് ഫോർ മീ? നിങ്ങൾ എന്നെ കാത്തു നിൽക്കുകയാണോ? നേരത്തെ പറഞ്ഞത് ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയാണ് എന്നാണ്. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്നെ കാത്തു നിൽക്കുകയാണോ എന്നാണ്. അപ്പം ആർ യു വെയിറ്റിംഗ് ഫോർ മീ? നിങ്ങൾ എന്നെ കാത്തു നിൽക്കുകയാണോ? അപ്പോൾ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞു. പ്ലൂറൽ സബ്ജക്റ്റിൽ കണ്ടിന്യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനും അതിന് ആൻസർ ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ നെയിം വരുമ്പോഴാണ് കേട്ടോ. അപ്പം മീര ആൻഡ് രാജു, മീരയും രാജുവും, അല്ലെങ്കിൽ ഞാനും നീയും, അല്ലെങ്കിൽ അവർ രണ്ട് പേരും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നിൽ കൂടുതൽ നെയിം നമ്മൾ പറയാറുണ്ടല്ലോ. ആ സിറ്റുവേഷനിലും നമുക്ക് ഇതുപോലെ ആറ് യൂസ് ചെയ്തുകൊണ്ട് വേണം പറയാനായിട്ട്. വേണമെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങളത് കമൻ്റ് അറിയിക്കുക കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ചോദിക്കുകയാണ്, അനുവും രാജുവും കളിക്കുകയാണോ? അനുവും രാജുവും കളിക്കുകയാണോ എന്ന ക്വസ്റ്റ്യന് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മളെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ ആൻസറും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അനുവും രാജുവും കളിക്കുകയാണോ? ആ ചോദിക്കുമ്പോൾ അനുവും രാജുവും കളിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ആൻസർ ഉണ്ടാവും. സിമ്പിളാണ്. അത് രണ്ടും നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് നോക്കാം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? സിംഗുലർ സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റ്, ഒരു നെയിം അല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യനും ആൻസേഴ്സും പറയാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാണ്, ഒരു എക്സാമ്പിൾ പറയാണ്. അവൻ കഥ പറയുകയാണ്. അവൻ എന്ന സബ്ജക്റ്റ് കഥ പറയുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ പറയാം? അവനാകുമ്പം ഹി ആണ് വരിക അല്ലേ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഹി ഈസ് പറയുക ടെൽ എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെല്ലിൻ്റെ കൂടെ ഒരു ing ഫോം വരുമ്പം എന്താണ്? ടെല്ലിങ് എന്നാവും. അപ്പം ഹി ഈസ് ടെല്ലിങ് ദ സ്റ്റോറി. ഹി ഈസ് ടെല്ലിങ് ദ സ്റ്റോറി. അവൻ കഥ പറയുകയാണ്. ഇനി നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? അവൻ കഥ പറയുകയാണോ? അവൻ കഥ പറയുകയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഓക്സിലറി ഈസിനെ ഫസ്റ്റ് കൊണ്ടുവരാം. ഈസ് ഹി, അവനാണോ? ടെല്ലിങ് ദ സ്റ്റോറി, കഥ പറയുകയാണോ? ഇനി നമ്മൾ ഇങ്ങനെ പറയുകയാണ്, അവൾ പാട്ട് പാടുകയാണ്, അല്ലെങ്കിൽ അവൾ പാടുകയാണ്. ജസ്റ്റ് നമുക്കങ്ങനെ പറയാം, അവൾ പാടുകയാണ്, അല്ലെങ്കിൽ അവൾ പാട്ട് പാടും. പാട്ടല്ലാതെ വേറൊന്നും പാടില്ലല്ലോ. അപ്പം അവൾ പാട്ട് പാടുകയാണ്. എങ്ങനെ അറിയാം? അവൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ആണ്, ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീൻ്റെ കൂടെ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഈസ് സിംഗിങ്. ഷീ ഈസ് സിംഗിങ്. അവൾ പാടുകയാണെങ്കിൽ അവൾ പാട്ട് പാടുകയാണ്. ഷീ ഈസ് സിംഗിങ് സോങ് എന്നൊക്കെ പറയാം. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഷീ ഈസ് സിംഗിങ്. അവൾ പാടുകയാണ്. ഓക്കെ, ഇനി അവൾ പാടുകയാണോ എന്നെങ്ങനെ ചോദിക്കുക? ഈസ് ഷീ സിംഗിങ്. ഈസ് ഷീ സിംഗിങ്. അവൾ പാടുകയാണോ? സിമ്പിളായി. നെക്സ്റ്റ് ഒരു നെയിം വെച്ചിട്ട് നമുക്ക് പറയാം. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ നെയിം ആണെങ്കിൽ അത് പ്ലൂരലായി മാറും. എന്നാൽ ഒരു നെയിം ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണ് വരിക. അപ്പം ജാസ്മിൻ കരയുകയാണ്. ജാസ്മിൻ കരയുകയാണ്. ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. കരയുക ക്രൈ എന്നാണ് അല്ലേ. അപ്പം ക്രൈൻ്റെ കൂടെ ing ഫോം വരുമ്പോൾ ക്രൈങ് എന്നാകും. ജാസ്മിൻ ഈസ് ക്രൈങ്. ജാസ്മിൻ ഈസ് ക്രൈങ്. ജാസ്മിൻ കരയുകയാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ജാസ്മിൻ കരയുകയാണോ എന്നാണ്.
ജാസ്മിൻ കരയുകയാണോ എന്ന് നിങ്ങൾ ഉണ്ടാക്കില്ലേ? ജാസ്മിൻ കരയുകയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ സബ്ജക്റ്റാണ് ഇറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു വസ്തുവിനെ കുറിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടു, ഇപ്പം പാത്രം കഴുകുന്നതോ അല്ലെങ്കിൽ അലക്കുന്നതോ എന്തോ ഒരു ശബ്ദം കേട്ടു. ആ സമയത്ത് നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ കിച്ചണിലുള്ള ആൾ നമ്മോട് പറയാറുണ്ട്, അത് പാത്രം കഴുകുകയാണ് അല്ലേ, അത് പാത്രം കഴുകുകയാണ്. ഇന്ന ആൾ എന്നൊന്നുമല്ല, അത് പാത്രം കഴുകുകയാണ്. ആ ശബ്ദമായിരിക്കും നിങ്ങൾ കേട്ടത്. ഇത് പറയണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഇറ്റ് എന്നാണ്. ഞാനല്ല, നീയല്ല, അവളല്ല, ഒരു നെയിമല്ല, ഒന്നുമല്ല. അപ്പോൾ ഇത് നമ്മൾ ഇറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. എങ്ങനെയാ പറയാം? ഇറ്റ് വരുമ്പോഴും നമ്മൾ ഓക്സിലറി ഈസോ ഈസായിരിക്കും വരിക. അപ്പം ഇറ്റ് ഈസ് കഴുകുക, വാഷ് എന്നാണ്. വാഷിൻ്റെ കൂടെ ING വരുമ്പം വാഷിംഗ് എന്നാവും. അപ്പം ഇറ്റ് ഈസ് വാഷിംഗ് ദ ഡിഷസ്, അത് പാത്രം കഴുകുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിലെങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, ആൻസർ പറയാം, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് പറയണം. നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതും പഠിക്കണം. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. വീഡിയോ മുടങ്ങാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ നടത്തും വിഷ്വസ് പാലസിൽ. അതും കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.